എന്നുള്ള ബ്രാൻഡിൽ തൊടുപുഴ ഞാൻ ചെയ്തിരിക്കുന്ന ചാർജിങ് സ്റ്റേഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഞാൻ എങ്ങനെയാണ് ചെയ്തത്, ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. നിലവിൽ ഈ വെച്ചിരിക്കുന്നത് 160 കിലോവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ്. അതാണ് ഒന്നാമത്തെ പാർട്ട്. നമ്മുടെ തൊടുപുഴയുള്ള ഗ്രീൻവിൽ ചാർജിങ് സ്റ്റേഷന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് രണ്ടാമത്തെ പാർട്ട്. ഈ രണ്ടാമത്തെ പാർട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനൽ ബോർഡാണ്, ഇലക്ട്രിക്കൽ പാനൽ ബോർഡാണ്. ഈ പാനൽ ബോർഡിൽ നിന്നാണ് 60 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള ചാർജിലോട്ടും 30 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള ചാർജിലോട്ടും കണക്ഷൻ പോകുന്നത്. ട്രാൻസ്ഫോമറിൽ നിന്ന് കണക്ഷൻ നേരെ പാനൽ ബോർഡിലോട്ട് വരുന്നു, പാനൽ ബോർഡിൽ നിന്ന് നമ്മുടെ മെഷീനിലോട്ട് പോകുന്നു. ഇതാണ് രണ്ടാമത്തെ പാർട്ട്. നമ്മുടെ സ്റ്റേഷനിലെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് 60 കിലോവാട്ടിന്റെ ഒരു മെഷീനും 30 കിലോവാട്ടിന്റെ രണ്ടാമത്തെ മെഷീനുമാണ്. 60 കിലോവാട്ടിന്റെ മെഷീനിൽ ഡ്യുവൽ ഗണ്ണാണ്. ഡ്യുവൽ ഗണ്ണിൽ ഒരു ഗണ്ണിൽ 30 കിലോവാട്ടും രണ്ടാമത്തെ ഗണ്ണിൽ 30 കിലോവാട്ടുമാണ് നമുക്ക് സപ്ലൈ ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ 30 കിലോവാട്ട് മെഷീൻ. 30 കിലോവാട്ട് സിംഗിൾ ഗണ്ണാണ്. നമുക്ക് ഈ സിംഗിൾ ഗണ്ണിൽ നിന്ന് 30 കിലോവാട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേഷനിലെ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഇലക്ട്രിക്കൽ പാനൽ ബോർഡിൽ നിന്ന് ഈ 60 കിലോവാട്ട് 30 കിലോവാട്ടിലോട്ട് കണക്ഷൻ വരികയും ഈ 30 കിലോവാട്ടും 60 കിലോവാട്ടും നമ്മൾ എർത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ സ്റ്റേഷനിലുള്ള മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് അടുത്ത നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു ഇന്റർനെറ്റ് കണക്ഷൻ, ഒരു 60 MBPS 100 MBPS ഉള്ളൊരു ഇന്റർനെറ്റ് കണക്ഷൻ നിങ്ങൾ എടുക്കുക. വിത്ത് വൈഫൈ സപ്പോർട്ട് നിർബന്ധമായിട്ട് ഉണ്ടാകണം. ആയതിനു ശേഷം നമുക്ക് ഈ ചാർജറിലോട്ട് ഒരു സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റ് ചെയ്യണം. അത് നിലവിൽ ഒത്തിരി അധികം സോഫ്റ്റ്വെയർ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ സോഫ്റ്റ്വെയർ കമ്പനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മെഷീനിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ആ പർട്ടിക്കുലർ മൊബൈൽ ആപ്ലിക്കേഷൻ തുറന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേഷൻ അതിനകത്ത് ലിസ്റ്റ് ചെയ്യുകയും ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഓണേഴ്സിന് എവിടേക്ക് ചാർജർ ഉണ്ട് എന്നും അത് അവൈലബിൾ ആണോ എന്നും കൃത്യമായിട്ട് ആ ആപ്പ് വഴി അറിയുന്നതിനും ആപ്പ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റേഷനിൽ വന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ KECBിൽ നിന്ന് നമുക്ക് വേണ്ട പവർ ഫീസിബിലിറ്റിക്കുള്ള കണക്ഷൻ എടുക്കുക. ആയതിനു ശേഷം നമ്മൾ പാനൽ ബോർഡ് ചെയ്യിക്കുക. ഈ പാനൽ ബോർഡിൽ നമ്മുടെ ചാർജറിലോട്ട് കണക്ഷൻ കൊടുക്കുക. ഈ ചാർജറുകൾ നമ്മൾ എർത്ത് ചെയ്യുക. ഇത്രയും പ്രൊസീജിയർ മാത്രമാണ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷനിൽ വരുന്നത്.